ഒറ്റ പോയിന്റ് അതേ ഉള്ളൂ. നോട്ട് ദി പോയിന്റ് എന്ന് പറയുന്ന പോലെ ഒറ്റ പോയിന്റ് അതേ ഉള്ളൂ. അത്തിബ് കസ്ബക്, ഫുലൂസ് ക്ലിയർ ആക്കിക്കോ, ഓട്ടോമാറ്റിക് ആയിട്ട് നിന്റെ ഇബാദത്തും ദുആയും അല്ലാഹു സ്വീകരിക്കും. എന്നിട്ട് നബി തങ്ങൾ ഒരു ഹദീസ് അതിന്റെ ബാക്കി ഭാഗം പറയാണ്, ഇന്നൽ അബ്ദൽ ഫഇന്നൽ അബ്ദൽ മുഅ്മിന ലയഖ്തരിഫുൽ ലുഖ്മത മിനത് തആമി ലയഖ്തരിഫുൽ ലുഖ്മത മിനൽ ഹറാമി ഇലാ ഫീ ഫലാ യുസ്തജാബു ലഹു ദഅവത്തുൻ 40 ലൈല. സത്യവിശ്വാസിയായ മനുഷ്യൻ, നബി തങ്ങൾ പറഞ്ഞ വാക്കാണ് മുഅ്മിൻ. മുഅ്മിൻ അപ്പൊ പലിശ മുഅ്മിൻ തിന്ന അവനുണ്ടാകുന്ന സംഭവമാണ് മുഅ്മിൻ. ഫഇന്നൽ മുഅ്മിന, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ ലയഖ്തരിഫുൽ ലുഖ്മത മിനൽ ഹറാം, ഒരു പിടി പലിശയുടെ പണമുണ്ടല്ലോ, ഒരു പിടി ഹറാമിന്റെ പണമുണ്ടല്ലോ, ഒരു പിടി ഹറാമിന്റെ പൈസ കൊണ്ട് പലിശ കൊണ്ട് അവൻ ഒരു പിടി ഭക്ഷണം അവന്റെ വായിലേക്ക് ഉയർത്തിയാൽ ഫലാ യുസ്തജാബു ലഹു ദഅവത്തുൻ 40 ലൈല, 40 ദിവസക്കാലത്തോളം അവന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുകയേ ഇല്ല. മുഹമ്മദ് മുസ്തഫ. അപ്പോ ഒരു പിടി കൂടുതലൊന്നും വേണ്ട, പള്ളം നിറയ്ക്കണ്ട, ഒറ്റപ്പിടി ഒരു കോഴിക്കാല് പലിശയുടെ പൈസയിൽ നിന്ന് 99 രൂപ ഹലാലിന്റെ പൈസ, 110 രൂപ 1 കിലോ കോഴിയിറച്ചി 99 രൂപ ഹലാല്, ബാക്കിയുള്ള 11 രൂപ പലിശയുടെ പൈസയിൽ നിന്നെടുത്തിട്ട് നീ പോയി കോഴിയിറച്ചി വാങ്ങിയിട്ട് അത് നീ പല്ലിലേക്ക് വെച്ച് കടിക്കുമ്പോ അത് കടിച്ചിട്ട് നിസ്കരിക്കാൻ വന്നാൽ ഫലാ യുസ്തജാബു ലഹു, അവന്റെ നമസ്കാരം അല്ലാഹുക്ക് വേണ്ട, അവന്റെ ദുആ അല്ലാഹുക്ക് വേണ്ട. അതാണ് എന്റെ അർത്ഥം. ഇപ്പൊ 40 വർഷമായിട്ട് പലിശ വാങ്ങുന്നവരുണ്ടെങ്കിൽ വല്ലാഹി ഈ 40 വർഷം അവന്റെ ഇബാദത്ത് വേസ്റ്റ്, അവന്റെ മക്കളുടെ ഇബാദത്ത് വേസ്റ്റ്, അവന്റെ ഭാര്യയുടെ ഇബാദത്ത് വേസ്റ്റ്, അവൻ ആർക്കെല്ലാം ഭക്ഷണം കൊടുത്തിട്ടുള്ള ഒരു ഇബാദത്തെല്ലാം വേസ്റ്റ്. അറിഞ്ഞിട്ട് തിന്നുന്നവരുടെ വേസ്റ്റ്, അറിയാതെ തിന്നവരിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അറിയാതെ നമ്മളും വീണു പോകുന്ന ഒരു ഹദീസ് കേട്ടോ, ഒരു ഹദീസ് കേട്ടോ. ലയഅതിയന്ന അലന്നാസി സമാൻ, ഒരു കാലഘട്ടം എന്റെ സമുദായത്തിന്റെ മേൽ സംജാതമാകും. ലാ യബ്ഖാ അഹദുൻ ഇല്ലാ ആകില റിബാ, ആ കാലഘട്ടത്തിൽ പലിശ തിന്നാത്തവനായി ഭൂലോകത്ത് ആരും തന്നെ കാണുകയില്ല. പലിശ എല്ലാവരും കഴിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പക്ഷേ മുതഅല്ലിമീങ്ങൾ കഴിക്കുമോ? ആലിമീങ്ങൾ കഴിക്കുമോ? അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന്റെ ആളുകൾ കഴിക്കുമോ? ദീനി പ്രബോധകർ കഴിക്കുമോ? അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ പലിശ കഴിക്കുമോ? ഇല്ലേ, ഇല്ല. അവരെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുന്നത്, ഫമല്ലം യഅകുൽ മിനർ റിബാ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ആരെങ്കിലും പലിശ തിന്നാത്തവർ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അസാബഹു മിൻ ഗുബാരിഹി ഔ മിൻ ബുഖാരിഹി, പലിശയുടെ പൊടിയെങ്കിലും അവനെ തട്ടാതിരിക്കുകയില്ല, പലിശയുടെ പുകയെങ്കിലും അവനെ ലേശാതിരിക്കുകയില്ല, അവരെ തട്ടാതിരിക്കുകയില്ല. 1000 വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതല്ലയോ, 29 ലക്ഷം രൂപയുടെ ഫോർച്യൂണർ കാർ എടുത്തു കൊണ്ടുവന്ന് അത് ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി ഈ പള്ളിയുടെ മുറ്റത്ത് കൊണ്ട് നിർത്തിയിട്ട് പാവപ്പെട്ട പള്ളിയിലെ ഉസ്താദുമാരെയോ മുദർരിസിനെയോ മുതഅല്ലിമീങ്ങളെയോ ആ വാഹനത്തിലേക്ക് കയറ്റിയിരുത്തി ഇവിടെ നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് യാത്ര തിരിക്കുമ്പോ ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യണേ ഉസ്താദേ എന്ന് ആ ഫോർച്യൂണറിന്റെ ഡ്രൈവർ പറയുമ്പോ ഈ ഉസ്താദ് ചോദിക്കുകയാ, ഈ പൈസ നിങ്ങൾ രൊക്കം കൊടുത്തെടുത്തതാണോ അതല്ല പലിശക്കെടുത്തതാണോ? 29 ലക്ഷം രൂപ വിലയുള്ള വാഹനമാണ് ഉസ്താദേ, 10 ലക്ഷം രൂപ കൊടുത്തു ഉസ്താദേ, 19 ലക്ഷം രൂപ പലിശയാണ് ഉസ്താദേ, അത് മെല്ലെ മെല്ലെ സീസിയിട്ട് അടച്ചു തീർക്കും ഉസ്താദേ. പാവപ്പെട്ട ഉസ്താദ് പലിശ തിന്നാത്തവനാണ്, പലിശയുമായി ബന്ധമില്ലാത്തവനാണ്. പാവപ്പെട്ട മുതഅല്ലിമീങ്ങൾ
മുത്തഅല്ലിമീങ്ങൾ പലിശയുമായി ബന്ധമില്ലാത്തവരാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇവിടെ യാഥാർത്ഥ്യമാവുകയല്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇവിടെ യാഥാർത്ഥ്യമാവുകയല്ലേ? എന്തേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്? ഫമല്ലം യഅകുൽ മിനർ റിബാ, പലിശ തിന്നാത്തവരായിട്ട് ആ കാലഘട്ടത്തിൽ ഭൂലോകത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അസാബഹു മിൻ ഗുബാരിഹി, പലിശയുടെ പൊടിയെങ്കിലും അവനെ തട്ടാതിരിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞുവെങ്കിൽ 19 ലക്ഷം രൂപ സീസയിട്ട് പലിശയ്ക്ക് പണമെടുത്തിട്ട് വാഹനം ഓടിച്ചു കൊണ്ടുപോകുമ്പോ ഏതെങ്കിലും ഒരു ആലിമിനെയോ മുതഅല്ലിമിനെയോ ആ വാഹനത്തിൽ കയറ്റിയിരുത്തിയാൽ ആ മുതഅല്ലിമിന്റെ ചന്തിയിൽ പലിശയുടെ പൊടി തട്ടിയില്ലേ? 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 അതാണ് നബി തങ്ങൾ പറയുന്ന അർത്ഥം. 60 ലക്ഷം രൂപയുടെ വീട് വെച്ച് കെട്ടിപ്പൊക്കിയിട്ട് ഹൗസ് വാമിങ്ങിന് ആ വീടിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ അന്ന് ആലിമീങ്ങളെയും മുത്തഅല്ലിമീങ്ങളെയും വിളിച്ചു വരുത്തിയിട്ട് ആ വീട്ടിൽ നല്ല ഭക്ഷണം കഴിച്ചു. അൽഹംദുലില്ലാ, നല്ല ഭക്ഷണം, നല്ല ഭക്ഷണം, രുചികരമായ ഭക്ഷണം, മത്സ്യമുണ്ട്, മാംസമുണ്ട്, പച്ചക്കറിയുണ്ട്, എല്ലാ ഫുഡിങ്ങും ഉണ്ട്, തട്ടിങ്ങും ഉണ്ട്. എല്ലാം കഴിച്ച് ഉഷാറായി എമ്പക്കം വിട്ടിട്ട് ഇറങ്ങി വന്നിട്ട് ഇച്ചാ പോട്ടെ ഇച്ചാ സലാം പറഞ്ഞ് ദുആ എടുക്കുമ്പോ ആ ഇച്ചയോട് നമ്മളൊന്ന് ചോദിക്കുകയാണ്, എത്ര റുപ്യായി വീട് വെച്ചതിന്? 90 ലക്ഷം റുപ്യായി ഉസ്താദേ. ഇതിനുള്ള പണം നിങ്ങൾക്കുണ്ടോ? ഇല്ല ഉസ്താദേ. 40 ലക്ഷം രൂപ റെഡി കാശാണ്, 50 ലക്ഷം രൂപ ലോൺ എടുത്തു ഉസ്താദേ. ആ വീട്ടിലിരുന്ന് ലോൺ എടുത്ത് വീട് കെട്ടിയ വീട്ടിലിരുന്ന് യാസീൻ ഓതിയ, ഫാത്തിഹ ഓതിയ, ദിക്ർ ചൊല്ലിയ, സലാത്ത് ചൊല്ലിയ, മൗലൂദ് ഓതിയ പാവപ്പെട്ട ഉസ്താദുമാര് മുതഅല്ലിമീങ്ങളെ കുറിച്ചല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? അസാബഹു മിൻ ഗുബാരിഹി, അസാബഹു മിൻ ബുഖാരിഹി. ആരെങ്കിലും അല്ലാഹുവിനെ ഭയന്നിട്ട് പലിശ തിന്നാത്തവരായി ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പലിശയുടെ പൊടിയെങ്കിലും അവരെ തട്ടാതിരിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞുവെങ്കിൽ 50 ലക്ഷം ലോൺ എടുത്തിട്ട് വീട് പണിഞ്ഞിട്ട് ആ വീടിന്റെ കാർപ്പറ്റിൽ പോയിരുന്നിട്ട് കോഴിക്കാല് തിന്നാൽ ഞാനടക്കം പലിശയുടെ പൊടി തട്ടാതിരിക്കുകയില്ല. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കേട്ട ഞെട്ടിപ്പോന്ന ഹദീസുകളൊക്കെ ഉണ്ട്. ഖബറൊക്കെ ഇളകി മറിയുന്ന ഹദീസുകളുണ്ട്. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഇടങ്ങറാവുന്ന ഹദീസുകളുണ്ട്. സമയമില്ല, 9 ആയിപ്പോയി. പലിശക്കാരന്റെ തൗബ എന്താ? അതോടെ പറഞ്ഞുതരാം. പലിശക്കാരന്റെ തൗബ എന്താ? ഇപ്പൊ നമ്മളിപ്പോ പലിശ വാങ്ങിന്ന് വെച്ചോളി, 10 വർഷമായിട്ട് പലിശ വാങ്ങി. ഇനി മേലിൽ അല്ലാഹു ഞാൻ പലിശ പറ്റത്തില്ല, ഞാൻ ഹദീസെല്ലാം കേട്ട് പഠിച്ച റബ്ബേ എനിക്ക് പേടി വരുന്നു റഹ്മാനെ, എൻ്റെ മക്കളുടെ ദുആ പോലും സ്വീകരിക്കില്ല, ആരുടെയും ദുആ സ്വീകരിക്കില്ല, നിസ്കാരവും സ്വീകരിക്കില്ല, വെറുതെ വേസ്റ്റായി പോകല്ലോ അല്ലാഹ്. അല്ലാഹുവേ ഞാൻ മാപ്പാക്കണേ, ഞാൻ പൊരുത്തം ചോദിക്കുന്നു അല്ലാഹ്, തൗബ ചെയ്യുന്നുള്ള മാപ്പാക്കണേ അല്ലാഹ്. തീർന്നില്ല. പലിശക്കാരൻ കണക്ക് കൂട്ടണം. 10 വർഷമായി ഞാൻ പലിശ വാങ്ങി തിന്നുകൊണ്ടിരിക്കുന്നവനാണ്. ഈ 10 വർഷ കാലയളവിൽ എത്ര പൈസയാണോ നീ പലിശ ഇനത്തിൽ വാങ്ങിയിട്ടുള്ളത് അത് മൊത്തത്തിൽ ഒന്ന് കണക്ക് കൂട്ടിയിട്ട് അത്രയും പൈസ നീ കൊണ്ടുപോയി ചിത്താരി ആറ്റിൽ കൊണ്ട് കളയണം. എന്നിട്ട് വന്നിരുന്ന് ദുആ ചെയ്യണം, അല്ലാഹുവേ പലിശ ഇനത്തിൽ ഞാൻ വാങ്ങിയത് മുഴുവനും വലിച്ചെറിഞ്ഞു അല്ലാ, ഇനി എന്റെ സമ്പത്തിനെ നീ ശുദ്ധിയാക്കണേ അല്ലാ, എന്റെ മക്കളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ, എന്റെ ഖബറിനെ നീ ശാന്തമാക്കണേ അല്ലാ. അതാണ് അവന്റെ തൗബ. ചിത്താരി ആറ്റിക്കൊണ്ട് കളയണ്ട. ഉലമാക്കൾ അതിനൊരു മസല പറഞ്ഞിട്ടുണ്ട്. ഗതിയില്ലാത്ത സാധുക്കളായ പാവപ്പെട്ടവരായ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ എൻഡോസൾഫാൻ ബാധിച്ച മേഖല ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി ബിലാ സവാബ് വലാ നിയത്ത്, ഒരു നിയത്തോ സവാബോ ഇല്ലാതെ ഈ പൈസ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക, കുറച്ച്. എന്നിട്ട് പറയണം ദ്വാരക്കണേ. അങ്ങനൊന്നും പറയരുത്. പലിശ കാശ് കൊടുത്തിട്ട് ദ്വാരക്കാണ് അങ്ങനൊന്നും പറയാൻ പാടില്ല. കൊണ്ട് വെറുതെ ഇങ്ങനെ കൊടുക്കുക, വെറുതെ കൊണ്ടുപോയി കൊടുക്കുക. അല്ലാതെ പള്ളിയുടെ ബാത്റൂമും പള്ളിയുടെ കക്കൂസും പണിയാൻ പലിശയുടെ പൈസ ഒന്നും പറ്റൂല. ആരാ പറഞ്ഞത് പലിശയുടെ പൈസ? വെയിറ്റിംഗ് ഷെഡ് മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ഒരേപോലെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ മാത്രമാണെങ്കിൽ പണിയാനുള്ള അനുവാദമുണ്ട്. വെയിറ്റ് ഷെഡ്, മുസ്ലിമീങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ടോയ്ലറ്റ്, മുസ്ലിമീങ്ങൾ മാത്രം സഞ്ചരിക്കുന്ന റോഡ്, മുസ്ലിമീങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന വെയിറ്റിംഗ് ഷെഡ് പലിശയുടെ പൈസ കൊണ്ടൊന്നും പണിയാൻ പറ്റൂല. എല്ലാവരും മൊത്തത്തിൽ ഉപയോഗിക്കുന്ന പൊതുസ്ഥലങ്ങളിൽ അതിൽ വന്ന കേടുപാടുകളൊക്കെ പലിശയുടെ പണത്തിലൂടെ നമുക്ക് പരിഹരിക്കാം. അതും ബിലാ സവാബ് വലാ നിയ്യ, നിയ്യത്തോ സവാബോ ആഗ്രഹിക്കാൻ പാടില്ല. കൊടുത്ത് തിരിച്ചുകൊട്, എന്നിട്ട് തൗബ ചെയ്യ്. ഇല്ലെങ്കിൽ വല്ലാഹി
സത്യം, എൻ്റെ റബ്ബിനെ സാക്ഷ്യപ്പെടുത്തി പറയുന്നു. ഹദീസുകളും ആയത്തുകളും ഇനിയുണ്ട്, സമയമില്ലാത്ത കൊണ്ടാണ്. ആ മയ്യത്ത് സ്വസ്ഥമായിട്ട് കബറിൽ കിടക്കൂല. ആ മയ്യത്തിന് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്താലും നിങ്ങളുടെ മക്കൾ ദുആ ചെയ്താലും ആ കബറിലേക്ക് എത്തൂല. കാരണം എന്താ? മത്അമുഹു ഹറാം, മൽബസുഹു ഹറാം, മശ്റബുഹു ഹറാം, ഫഅന്നാ യുസ്തജാബു ലാ. കുഞ്ഞു മക്കളെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ മരിച്ചുപോയ ഉപ്പാന്റെ ഓരത്തിരുന്നിട്ട് ദുആ ചെയ്യുകയാണ്. 10 വയസ്സുള്ള പൊന്നുമോനാ, 8 വയസ്സുള്ള കുഞ്ഞുമോനാ, ആ കുഞ്ഞുമക്കളുടെ ഹൃദയം തകർന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ആ കുഞ്ഞിളം കൈകൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ. അല്ലാഹുവേ, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, എന്റെ ഉപ്പാന്റെ ഖബറ് വിശാലപ്പെടുത്തണേ അല്ലാ, എന്റെ ഉപ്പാന്റെ ഖബറിൽ സ്വർഗത്തിന്റെ വിരിപ്പുകൾ വിരിക്കണേ അല്ലാ, എന്റെ ഉപ്പാന്റെ ഖബറിനെ സ്വർഗത്തിന്റെ സുഗന്ധങ്ങൾ കൊണ്ട് നീ നിറയ്ക്കണേ അല്ലാ. അല്ലാഹു ആ കുഞ്ഞുമക്കളോട് ചോദിക്കുകയാണ്, മക്കളെ, നിന്റെ ഉപ്പ ദുബായിൽ പോയിട്ട് പലിശയിലൂടെയാണടാ ആയിരങ്ങളും കോടികളും സമ്പാദിച്ചത്. ആ പണത്തിൽ നിന്ന് കൊണ്ടുവന്ന വസ്ത്രമാണടാ നിന്റെ ശരീരത്തിലുള്ളത്. ആ പണത്തിൽ നിന്ന് കിട്ടിയ പൈസയാണടാ നിന്റെ വീടുള്ളത്. ആ പണത്തിൽ നിന്ന് കിട്ടിയ പൈസയാണടാ നിന്റെ വയറ്റിൽ കിടക്കുന്ന ഭക്ഷണപാനീയങ്ങളെല്ലാം. മത്അമുഹു ഹറാം, ആ ഭക്ഷണം ഹറാമാണ് മകനേ. മശ്റബുഹു ഹറാം, നീ കുടിച്ച പാനീയം ഹറാമാണ് മകനേ. മൽബസുഹു ഹറാം, നിന്റെ ഉപ്പ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന് നിനക്ക് നൽകിയ വസ്ത്രമുണ്ടല്ലോ, അത് പലിശയുടെ പണമായിരുന്നു മോനെ. നബി തങ്ങൾ പറഞ്ഞില്ലേ, മനിസ്തറാ സൗബൻ ബിദിർഹമിൻ മിൻ ദറാഹിം, 10 ദിർഹങ്ങളിൽ നിന്ന് 10 ദിർഹത്തിന് ഒരാൾ ഒരു വസ്ത്രം വാങ്ങിയിട്ട് വഫീഹി ദിർഹമുൻ മിൻ ഹറാം, അതിൽ 1 ദിർഹം പലിശയുടെ പൈസയാണെങ്കിൽ ആ മൽബസ് ഹറാമാണ്, ആ വസ്ത്രം ഹറാമാ. ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ദുആ ചെയ്താലോ നമസ്കരിച്ചാലോ നോമ്പ് പിടിച്ചാലോ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് മക്കളെ, നിങ്ങളുടെ ഉപ്പ വാങ്ങിത്തന്ന വസ്ത്രം, ഉപ്പ വാങ്ങിത്തന്ന ഭക്ഷണം അത് ഹറാമിന്റെ ഭക്ഷണമാണ്. ഫഅന്നാ യുസ്തജാബു ലാ, നിങ്ങളുടെ ദുആ ഞാൻ എങ്ങനെയാണ് സ്വീകരിക്കുക? ഞാനെങ്ങനെ സ്വീകരിക്കും? നിങ്ങൾ കുഞ്ഞുങ്ങളാ, നിങ്ങൾക്കൊന്നും അറിയില്ല. പക്ഷെ നിന്റെ ഉപ്പ പലിശയിൽ നിന്നാണ് നിനക്കിത് വാങ്ങിത്തന്നത്, ഞാൻ സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കാനും എന്നെ കൊണ്ട് കഴിയില്ല. ശിക്ഷ മുഴുവൻ അനുഭവിച്ചതിന് ശേഷം മാത്രമേ സ്വർഗത്തിൽ കടക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല, മദ്യം പലിശക്കാരൻ നാളെ ആഖിറത്തിൽ വരുന്നത് الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا. പലിശ എന്ന് പറയുന്നത് അത് ലാഭവിഹിതല്ലേ? അതിങ്ങനെ ഈ പലിശ എന്ന് പറയാ, അതൊക്കെ മൗലിയാമാര് നൽകിയ പേരാ. അങ്ങനെ പറഞ്ഞവനാണ് നാളെ ഭ്രാന്തന്റെ അടിയേറ്റവനെ പോലെ മഹ്ശറ വൻസഭയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയെന്ന് പരിശുദ്ധ ഖുർആൻ. സമർക്കന്ദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ ഒന്ന് പരിശോധിച്ചോ. ഈ സമർക്കന്ദി റഹ്മത്തുള്ളാഹി അലൈഹി ആ നാട്ടിൽ നിന്ന് വന്ന മഹാനല്ലേ. ആ സമർക്കന്ദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖുർആനിന്റെ തഫ്സീർ ഉണ്ട്, തഫ്സീറു സമർക്കന്ദി. ആ സമർക്കന്ദി തഫ്സീർ എടുത്ത് നോക്കിക്കോ. ഈ സൂറത്തുൽ ബഖറയുടെ 276-ാമത്തെ ആയത്തിന്റെ തഫ്സീർ നോക്കുമ്പോ കാണാം, നാളെ പലിശക്കാരൻ മരിച്ചു പോകുമ്പോ അവൻ നാളെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് റബ്ബിന്റെ കോടതിയിലേക്ക് അവനെ കൊണ്ടുവരുമ്പോ യഖൂമു, അവൻ എഴുന്നേറ്റ് നിൽക്കും. വയസ്ഖുതു, പെട്ടെന്ന് പിശാചിന്റെ അടിയേറ്റതുപോലെ താഴേക്ക് വീഴും. വീണ്ടും വയഖൂമു, എഴുന്നേറ്റ് നിൽക്കും. സുമ്മ യസ്ഖുതു, വീണ്ടും അവൻ താഴേക്ക് വീഴുകയാണ്. യതഖബ്ബതുഹു ശൈത്താൻ, പിശാചിന്റെ അടിയേറ്റവനെ പോലെ അവൻ നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് വരുന്നത് ഭ്രാന്തനെ പോലെയാണ്. ഖുർആൻ
ഇവിടെ അടക്കുമ്പോൾ മൂക്കിൽ പഞ്ഞി, കർപ്പൂരം, ഊത്, അത്തറ്, അവിടെ പഞ്ഞി ഇവിടെ പഞ്ഞി, നല്ല വിലപിടിപ്പുള്ള തുണിയൊക്കെ ഇട്ട് പൊതിഞ്ഞ് നല്ല റാഹത്താക്കി കട്ടി പൊതിഞ്ഞൊക്കെ കയറ്റി അങ്ങ് വിട്ടു. യാ അല്ലാഹ് അസ്സലാമു അലൈക്കും മുഅ്മിനീൻ ഇന്നാ ഇൻഷാഅല്ലാഹു ബിക്കും ലാഹിഖൂൻ. നാളെ ആഖിറത്തിൽ ഇവൻ വരുന്നത് ഭ്രാന്തന്മാരെ അടിയേറ്റവനെ പോലെ എഴുന്നേക്കുന്നു വീഴുന്നു, എഴുന്നേക്കുന്നു വീഴുന്നു, ഹാലളയത് ജിന്ന് കയറിയ ഉമ്മമ്മമാരെ പോലെ ഹാലളകി വരുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സമുദായം അങ്ങനെ പിഴച്ചു പോകില്ല. ആ പണം നമുക്ക് വേണ്ട കോടികൾ, 8.5 കോടി രൂപയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തള്ളിക്കളഞ്ഞ 8.5 കോടി. കല്ലി വല്ലി ആളുകളൊക്കെ പറയും ഇത് പല ലാഭവിഹിതമാണെന്ന്. ആ പൈസ നമ്മൾ ബാങ്കിലിടുന്ന പൈസ ഉണ്ടല്ലോ, അത് ചെലവാക്കുന്നത് എവിടെ നിന്നാണെന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ നമുക്കറിയില്ല. നെറ്റ് പരിശോധിച്ച് നോക്കുക. എല്ലാം റിസോർട്ട്, ബാറ്, പലിശ കമ്പനികൾക്ക് വേണ്ടി ചെലവ് ചെയ്യുന്ന പൈസകളാണ്. അതിന്റെ ലാഭവിഹിതം എന്നും പറഞ്ഞിട്ട് നമുക്ക് തരുന്നത് ഹറാം, മൊത്തത്തിൽ ഹറാമാണ്. സൂക്ഷിച്ചോളി, ഹറാമിന്റെ ഒരു അംശം പോലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഅൻ യജഅല അഹദുകും ഫീ ഫീഹി തുറാബൻ ഖൈറുൻ മിൻ അൻ യജഅല അഹദുകും ഫീ ഫീഹി ഹറാമ. നിന്റെ വയറ്റിൽ ഒരുപടി മണ്ണ് വാരി തിന്നലാണ് നിനക്ക് നല്ലത്, ഹറാമിന്റെ 1 രൂപയുടെ മുതൽ നിന്റെ വയറ്റിലേക്ക് പോകുന്നതിനേക്കാൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് നബിയുനാ റസൂലുള്ളാഹി. മണ്ണ് വാരി തിന്നോ, നിനക്ക് ഖൈർ അതാണ്. പലിശയുടെ 1 പൈസ നീ തിന്നു പോകരുത്. ആരെങ്കിലും പലിശക്കാരൻ ഇവന്റെ ഡ്യൂട്ടി, ഇവന്റെ ജോലി പലിശയാന്ന് കണ്ടാൽ ആ വീട്ടിൽ പോയി വെള്ളം കുടിക്കരുത്, ഭക്ഷണം കഴിക്കരുത്.